ഈ വീഡിയോയിൽ ഞാൻ ബേസിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ പ്ലഗ്സ്, അതിൻ്റെ സോക്കറ്റ്സ്, പവറും സാധാരണ നോർമൽ പ്ലഗിൻ്റെ അതിൻ്റെ സോക്കറ്റ്സിനെ പറ്റിയുള്ള ഒരു പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോളുള്ളതും പ്ലഗ് ഇതാണെന്നുള്ള കേസ് എല്ലാവർക്കും അറിയാം. ഓക്കെ, നമുക്ക് പല ടൈപ്പുകളുണ്ട്. ഷേപ്പ് വെച്ചുള്ള ഇഷ്ടംപോലെ ഇത് ഇങ്ങനെ കാണാം. ഓക്കെ, പല ടൈപ്പുണ്ട്. അതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ നാഷണൽ ഇലക്ട്രിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷനാണ് ഈ നിമ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചേക്കുന്നത്. അമേരിക്കൻ ബേസ്ഡാണ്. മെയിൻലി USA, കാനഡ, മെക്സിക്കോ, ജപ്പാൻ മുതലായ സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എർത്തിൻ്റെ പിന്നില്ല. 15 amps ആണ്, 2 പിന്നാണ്. അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് കാണാം. അതേ ടൈപ്പുള്ള സോക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് ടൈപ്പ് എ. ടൈപ്പ് ബിയിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഗ്രൗണ്ടഡ് പ്ലഗ് ഉണ്ട്. 15 amps തന്നെയാണ്, 3 പിന്നാണ്. വോൾട്ടേജ് സെയിം 100 to 127 ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എയും ബിയിലും യൂസ് ചെയ്യാം എന്നുള്ള സോക്കറ്റ് രണ്ടിലും യൂസ് ചെയ്യാം, എയിലും ബിയിലും യൂസ് ചെയ്യാം. ഓക്കെ, സോക്കറ്റ് എന്ന് പറയുന്നത് ഹോളുള്ള സാധനം, രണ്ടിലും യൂസ് ചെയ്യാം. കാരണം 2 പ്ലഗുകളിൽ 2 പിന്നുള്ളതും കുത്താം, 3 പിന്നുള്ളതും കുത്താം. ഇതിൽ ഒരു കാര്യം എടുത്തു പറയുന്നത്, ന്യൂട്രൽ പിന്ന് അമേരിക്കൻ പ്ലഗിൽ വൈഡറാണ്. നമ്മുടെ ലൈവ് പിന്നേക്കാളും നല്ലൊരു പാർട്ടും കൂടി അതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ടൈപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 പിന്നാണ് വരുന്നത്. 2.5 amps ആണ്. 220 to 240 വോൾട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ നമ്മുടെ സോക്കറ്റും അങ്ങനത്തെ 2 പിൻ ടൈപ്പ് ആയിരിക്കണം. ഇനി ടൈപ്പ് ഡി, അതാണ് നമ്മുടെ ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലഗ് ഉണ്ട്. 5 amps ആണ്, 3 പിന്നാണ്, 220 to 240 വോൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സോക്കറ്റിൽ നമുക്ക് സി ടൈപ്പ്, ഇ ടൈപ്പ്, എഫ് ടൈപ്പ്, ഇനി വരാൻ പോകുന്ന സാധനങ്ങൾ എല്ലാം ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ഇതാണ്, ഇവിടെ കാണാം. ഫ്രാൻസ്, ബെൽജിയം, പോളണ്ട്, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഗ്രൗണ്ട് പ്ലഗ് ഉണ്ട്. 16 amps ആണ്, 2 പിന്നാണ്, 240 വോൾട്ടാണ്. CEF അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് വരുന്നത് യൂറോപ്പിലും റഷ്യയിലും UK, അയർലൻഡിലൊക്കെ യൂറോപ്പിലും റഷ്യയിലൊക്കെ യൂസ് ചെയ്യുന്ന പാർട്ടാണ്. യൂറോപ്പിൽ UK, അയർലൻഡിൽ യൂസ് ചെയ്യുന്നില്ല, ബാക്കിയുള്ളടത്ത്. SCHUKO, സ്കൂക്കോ. അത് ശരിക്കും ഒരു ജർമ്മൻ വാക്കിൽ നിന്ന് വന്നേക്കുന്നതാണ്, പ്രൊട്ടക്റ്റീവ് എലമെൻ്റ് എന്നുള്ള. ഓക്കെ, അപ്പോൾ അതിൽ 220 to 240 വോൾട്ടും 2 പിന്ന് 16 amps ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ സോക്കറ്റിൽ CEF ടൈപ്പ് കയറും എന്നുള്ള പറയുന്നത്. ഇനി ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ടൈപ്പാണ് ഈ കാണുന്നത്. UK, അയർലൻഡ് ടൈപ്പ് ജി വരുന്നുണ്ട്. UK, അയർലൻഡ്, മാൾട്ട, മലേഷ്യ, സിംഗപ്പൂരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. 13 amps ആണ്, 3 പിന്നാണ്, 13 amps ആണ്. ഓക്കെ, ചില പ്ലഗുകളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. ഷേവർ സോക്കറ്റ്, അല്ലെങ്കിൽ പഴയ ട്രിമ്മേഴ്സൊക്കെ ചിലതൊക്കെ മേടിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരുന്നു. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ കോമ്പാറ്റബിൾ വിത്ത് ഈ ടൈപ്പ് പ്ലഗ് തന്നെ നമ്മൾ വേണം, സ്ക്വയർ ടൈപ്പുള്ള. H ടൈപ്പ് പ്ലഗാണ് ഇത്, ഇസ്രയേലിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രൗണ്ടഡ് ഉണ്ട്. 3 പിന്നാണ്, 16 amps ആണ്, 220 to 240 വോൾട്ടാണ്. സോക്കറ്റ് കോമ്പാക്റ്റബിൾ വിത്ത് C&H, അൺസേഫ് കോമ്പാക്റ്റബിൾ വിത്ത് E&F യൂസ് ചെയ്യാം. പക്ഷെ അത്ര നല്ലതായിരിക്കില്ല എന്നുള്ള, അൺസേഫ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ടൈപ്പ് ഐ വരുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ചൈന, അർജൻറ്റീനയിൽ യൂസ് ചെയ്യുന്നതാണ്. 2 പിന്നാണ്, 2 പിന്നും 3 പിന്നും അവൈലബിൾ ഉണ്ട്. 10 and 15 amps 2 or 3 പിൻസും അവൈലബിൾ ആണ്. 220 to 240 വോൾട്ടാണ്. അത് ഐ ടൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചൈനീസ് മുഖം പോലെയൊക്കെ ഇരിക്കേണ്ട അതിൻ്റെ സോക്കറ്റ്, വേണമെങ്കിൽ അങ്ങനെ പുറത്ത് വയ്ക്കുക. ടൈപ്പ് ജെ വരുന്നത് സ്വിറ്റ്സർലാൻഡ്, റവാൻഡ മുതലായ സ്ഥലങ്ങളിലാണ്. ഗ്രൗണ്ടഡ് പ്ലഗ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. 10 amps ആണ്, 3 പിൻസാണ്, 220 to 240 വോൾട്ട്. ജെ ആൻഡ് സി ടൈപ്പിൽ കോമ്പാക്റ്റബിളാണ്. K ടൈപ്പ് ഉണ്ട്, ഡെൻമാർക്ക് ആൻഡ് ഗ്രീൻലാൻഡ് ഉപയോഗിക്കുന്നത്. ഇതും 3 പിന്നാണ്, അതായത് ഗ്രൗണ്ട് പ്ലഗ് ഉണ്ട്. 16 amps ആണ്, 220 to 240 വോൾട്ടാണ്. K ആൻഡ് സിയിലും കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അൺസേഫായിട്ട് E&F ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. L ടൈപ്പാണ് അടുത്ത് വരുന്നത്. ഇറ്റലി, ചിലിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റലി ആൻഡ് ചിലി
ഇതിലും 3 പിൻ ഉണ്ട്, 10 to 16 ആംസ് ഉണ്ട്. C&L തന്നെയാണ് കോമ്പാക്റ്റബിൾ. എം ടൈപ്പ് സൗത്ത് ആഫ്രിക്കയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. 15 ആംസ് 3 പിൻ 220 to 240 വോൾട്ടാണ്. എൻ ടൈപ്പ് ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലും യൂസ് ചെയ്യുന്നതാണ്. അതിൽ 3 പിന്നാണ്, അതുകൊണ്ട് ഗ്രൗണ്ടഡ് ആണ്. 100 to 240 വോൾട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റും. അത് NNC തന്നെ കോമ്പാക്റ്റബിൾ ആണത്. പിന്നെ യൂണിവേഴ്സൽ സോക്കറ്റ്, ഇതിൽ പേര് പോലെ തന്നെ പല ടൈപ്പ് പോപ്പുലറായിട്ടുള്ള US, UK, ആഫ്രിക്ക യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ എല്ലാത്തിനും ബേസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലഗുകളും കയറാൻ പാകത്തിനുള്ള രീതിയിലാണ് യൂണിവേഴ്സൽ സോക്കറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് 250 വോൾട്ട് AC-യും 13 ആംസ് വരെ എടുക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് വിദേശയാത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കണം. നമ്മുടെ ചാർജർ അതിൻ്റെ അകത്ത് കുത്താൻ പറ്റുന്ന ടൈപ്പ് ആണോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ വേണം. ജസ്റ്റ് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ അതിൻ്റെ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഏതാണ് അതനുസരിച്ച് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അഡാപ്റ്റേഴ്സ് വേണ്ടി വരും. യൂണിവേഴ്സൽ അഡാപ്റ്റേഴ്സ് നമ്മൾ കരുതേണ്ടതാണ്. നല്ലൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല ഇതിൽ സോക്കറ്റ് ഉണ്ട്. നോർമൽ സോക്കറ്റ്, ഡ്യൂപ്ലെക്സ് സോക്കറ്റ്, പവർ സോക്കറ്റ്, അങ്ങനെ സോക്കറ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വെതർ പ്രൂഫ്, ഇൻഡസ്ട്രിയൽ, അങ്ങനെ പല രീതിയിൽ. ഇപ്പോൾ നമ്മൾ പ്ലഗ് പറഞ്ഞ പോലെ തന്നെ സോക്കറ്റ്സിൽ തന്നെ പല ഗ്രേഡിയൻസ് ഉണ്ട്, വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.